ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു സ്റ്റാർ ഉണ്ടാക്കിയാലോ. ഈ മോഡൽ സ്റ്റാർ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം. എന്നാലും ഇത് 2 കളർ ഷെയ്ഡിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 കളറാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് റെഡും ഒന്ന് യെല്ലോയും ആണ്. റെഡ് കളർ 10 പേപ്പറും യെല്ലോ കളർ 5 പേപ്പറും വീതമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റെഡ് കളർ പേപ്പർ നമ്മളിവിടെ 2ആയിട്ട് മടക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ 10 പേപ്പറും കട്ട് ചെയ്തെടുക്കണം. ഈ സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് കുറഞ്ഞതൊരു 20 ഷീറ്റ് പേപ്പറെങ്കിലും ഉണ്ടാവണം. എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് കേട്ടോ ഈ സ്റ്റാറിന് നല്ല ഭംഗി ഉണ്ടാവുക. ഞാനിവിടെ ഒരു 20 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ യെല്ലോ കളർ പേപ്പർ 2ആയി മടക്കി കട്ട് ചെയ്ത ശേഷം അതിനെ ഒന്നുകൂടി മടക്കി വീണ്ടും കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് 4ആയിട്ട് നമ്മൾ കീറിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആദ്യം കട്ട് ചെയ്ത റെഡ് കളർ പേപ്പറിനെ 2 സൈഡിൽ നിന്നും നടുവിലേക്കൊന്ന് മടക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത യെല്ലോ കളർ പേപ്പർ റെഡ് പേപ്പറിൻ്റെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ മുകൾ ഭാഗം ഒട്ടിച്ചു കൊടുക്കുന്നില്ല, താഴ്ഭാഗവും 2 സൈഡും മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി വീണ്ടും ആദ്യം മടക്കിലൂടെ ഒന്നുകൂടെ മടക്കിയെടുക്കാം. ഇനി പശ തേച്ച് ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മടക്കിയ വശങ്ങളുടെ സൈഡ് മാത്രമേ ഒട്ടിക്കാൻ പാടുള്ളൂ. നടുഭാഗത്തേക്ക് പശയൊന്നും പറ്റാതെ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 20 ഷീറ്റ് പേപ്പറിലും ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ ഒരു പാറ്റേൺ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ പാറ്റേൺ വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2-3 എണ്ണം ചേർത്ത് വെച്ച് കട്ട് ചെയ്താലും മതിയാകും. ഞാനിവിടെ ഓരോന്നോരോന്നാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 2 പേപ്പർ വെച്ച് ഒട്ടിച്ചെടുത്തേക്കുന്നത് കൊണ്ട് 2-3 എണ്ണം ചേർത്ത് വെച്ച് കട്ട് ചെയ്താൽ കട്ടായി കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാനിവിടെ ഓരോന്ന് വീതം കട്ട് ചെയ്തെടുത്തത്. ഇങ്ങനെ നേരത്തെ ഇതുപോലെ ഒട്ടിച്ചെടുത്ത എല്ലാത്തിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഇവിടെ നടുഭാഗത്തും താഴ്ഭാഗത്തും മാത്രമാണ് പശ തേക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പേപ്പറും അതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. A4 ഷീറ്റ് കട്ട് ചെയ്യാതെ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ നമുക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല വലുപ്പത്തിൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ A4 ഷീറ്റ് കട്ട് ചെയ്യാതെ തന്നെ ഇതുപോലെ 2 കളറ് ചേർത്തൊട്ടിച്ച് ചെയ്തെടുത്താൽ മതിയാകും. നമ്മളിവിടെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നോക്കി ഇതെന്ത് ഭംഗിയായിട്ടുണ്ടെന്ന്. നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പതിയെ നൂത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 കളറിൽ തന്നെ നമുക്കിവിടെ സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. പാറ്റേൺ വെട്ടിയെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ചരിച്ച് തന്നെ വെട്ടിയെടുക്കണം. അപ്പോഴാണ് നമുക്കിങ്ങനെ 2 തട്ടായിട്ട് തന്നെ സ്റ്റാർ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വള്ളിയൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിന് ബൾബൊന്നും അകത്തിട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാർ അല്ല കേട്ടോ. അപ്പോൾ നല്ല കളർ കോമ്പിനേഷനിൽ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരു സൈഡിൽ പശ തേച്ച് വള്ളി ഒട്ടിച്ചതിന് ശേഷം മറ്റേ സൈഡ് നമുക്ക് ചേർത്തങ്ങ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഒരു സ്റ്റാർ കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമുക്കിഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ഇത് ചെയ്തെടുക്കാം. ആദ്യം യെല്ലോ കളറിൻ്റെ മുകൾ ഭാഗം ഒട്ടിക്കാത്തത് കൊണ്ട് ഇളകി പോവുകയൊന്നുമില്ല. അപ്പോൾ അവിടെയും കൂടി 2 കളറിൻ്റെ ഒരു ഷെയ്ഡ് നമുക്കിതിനകത്ത് കാണാനാകും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുകളിൽ ഒട്ടിക്കാതിരുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സ്റ്റാർ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക, സന്തോഷമായിട്ടിരിക്കുക.
എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.